Good morning, ma'am. Good morning, all. Good morning, ma'am. Okay, so നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ക്ലാസ് കഴിയാറായിട്ട് സ്ട്രെങ്ത് ഇങ്ങനെ ഓരോ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ അധികം ക്ലാസ്സുകളൊന്നും ഇല്ലാതെ നമുക്ക് കുറച്ച് ക്ലാസ് ഒക്കെ അല്ലേ ഉള്ളൂ. എല്ലാവരും ക്ലാസ്സിലൊക്കെ വരാട്ടോ. ഈ കുറച്ച് നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് അല്ലെ. എനിക്ക് തോന്നുന്നു ഒരു 1-2-3 ക്ലാസ്സുകളൊക്കെ നമുക്ക് ഇനി ഉള്ളൂ. ഓക്കെ, അപ്പോ അതുകൊണ്ടാണോ ഇനി എല്ലാം കുറഞ്ഞാൽ അറിയില്ല കേട്ടോ. ഇപ്പൊ നമ്മള് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റലാണ് എടുത്തുകൊണ്ടിരുന്നത്. ലാസ്റ്റ് ചാപ്റ്റർ ആണ്. ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാത്തിനെയും കൂടി കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലെ. അപ്പോ പഠിക്കുന്നുണ്ടോ നിങ്ങള്? ഈ ഒരു ചാപ്റ്റർ ഇച്ചിരി പോയിന്റ് ആണല്ലോ നോർത്ത് ലാസ്റ്റത്തേക്ക് വേണ്ടി വെച്ചിരിക്കുകയാണോ? അങ്ങനെയാണോ എല്ലാവരും? കുറച്ചുപേരൊക്കെ അങ്ങനെയായിരിക്കും. ഇത് ജസ്റ്റ് പോയിന്റുകൾ മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ ഇത് ലാസ്റ്റ് നമുക്ക് നോക്കാം എന്നുള്ള ഒരു ഇതിലാണോ? ആണ്. കുറച്ചുപേരൊക്കെ ആണെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും ആയിരിക്കും. അപ്പൊ ഒന്ന് ജസ്റ്റ് നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്ന് വായിക്കുക കേട്ടോ. നിങ്ങൾ ടഫ് ആണെന്ന് കരുതിയിട്ട് അങ്ങനെ വിട്ട് കളയാൻ പാടില്ല. ജസ്റ്റ് പോയിന്റ്സ് ഒക്കെ ഒന്ന് വായിക്കാൻ നന്നായിട്ട് കേട്ടോ. അപ്പൊ ജസ്റ്റ് നമ്മൾ എടുത്ത് എത്ര ഒന്ന് പറഞ്ഞു പോണേ കേട്ടോ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. നിങ്ങളായിട്ട് അത് കണ്ടിന്യൂസ് പഠിക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോണേ കേട്ടോ. അപ്പൊ ഫസ്റ്റില് നമ്മൾ പറഞ്ഞത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നാണ്. ഇതൊക്കെയായിരുന്നു പോയിന്റ് മാത്രം. 10 പോയിന്റുകൾ പഠിച്ചു വെക്കാൻ പറഞ്ഞു അല്ലെ. സ്ട്രാറ്റജിക് പ്ലാനിങ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെന്റ് മാനേജ്മെന്റ്, ക്വാളിറ്റി അഷുറൻസ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി, കമ്മ്യൂണിറ്റി റിലേഷൻ, റിസ്ക് മാനേജ്മെന്റ്, ഇൻഫോർമേഷൻ മാനേജ്മെന്റ്, കൊളാബറേഷൻ ആൻഡ് ലീഡർഷിപ്പ്. ഓക്കെ, 10 പഠിച്ചോ എല്ലാവരും? പഠിച്ചോ? ഓക്കെ, ഞാനിപ്പോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയാമല്ലേ പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ? വായിച്ചു. ഓക്കെ, ദെൻ നമ്മൾ അടുത്തത് പറഞ്ഞത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ കാര്യമാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഔട്ട് പേഷ്യന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഔട്ട് പേഷ്യൻസിലെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്ന് പറയുന്നത്. ദെൻ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു? ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ് അല്ലെ. പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റുകളൊക്കെ ഷെഡ്യൂൾ ചെയ്യുക, കോർഡിനേറ്റിംഗ് പേഷ്യന്റ് കെയർ, പേഷ്യൻസുമായിട്ടും കോർഡിനേറ്റ് ചെയ്തിട്ട് സ്റ്റാഫ് പേഷ്യൻസുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് പ്രവർത്തിക്കുക. ദെൻ ആൻസറിങ് ഫോൺ കോൾസ് അല്ലെ. ഡയറക്റ്റ് ഫോൺ കോൾസ് ഒക്കെ വരുമ്പോൾ ആൻസർ ചെയ്യുക, പേഷ്യൻസിന്റെ കൺസേൺ ഡിപ്പാർട്ട്മെന്റിലോട്ടൊക്കെ ഡയറക്റ്റ് ചെയ്യുക. ദെൻ മാനേജിങ് പേഷ്യന്റ് ഇൻഫോർമേഷൻസ് അല്ലെ. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് സിസ്റ്റത്തില് പേഷ്യൻസിന്റെ ഡീറ്റെയിൽസുകൾ മാനേജ് ചെയ്യുക, അത് കീപ്പ് ചെയ്യുക. ദെൻ പ്രോസസിംഗ് മെഡിക്കൽ റെക്കോർഡ്സ് അല്ലെ. അതായത് രഹസ്യമായിട്ട് പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ്സുകൾ സൂക്ഷിക്കുക. ഹാൻഡിലിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക്, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകളൊക്കെ ഹാൻഡിൽ ചെയ്യുക. കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുക. ഇത്രയുമാണ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ്. ഇനി നമ്മൾ നെക്സ്റ്റ് കണ്ടത് മെഡിക്കൽ സെക്രട്ടറി ആണ്. മെഡിക്കൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന് അത്യാവശ്യം ഹോസ്പിറ്റലില് മെഡിക്കൽ ടെക്നോളജിപരമായിട്ടുള്ള അടിസ്ഥാന ബേസിക് നോളജ് ഒക്കെ ഉണ്ടാകും. സോ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് നമ്മൾ പറഞ്ഞു ഫിസിഷ്യനെ അസിസ്റ്റ് ചെയ്യുക അല്ലെ. ഫിസിഷ്യന്റെ ഒപ്പം എന്ത് ചെയ്യുക? അസിസ്റ്റന്റ് ചെയ്യുക. സ്ക്രീനിങ്ങിലും അതുപോലെ തന്നെ ഡേറ്റുകളൊക്കെ ഷെഡ്യൂൾ ചെയ്യാനും പറ്റും അസിസ്റ്റ് ചെയ്യുക. ദെൻ ഡെയിലി വർക്കിൽ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു കലണ്ടേഴ്സ് ഒക്കെ നോക്കിയിട്ട് അവരുടെ ഡേറ്റ് ഒക്കെ കൃത്യമായിട്ട് ഫിക്സ് ചെയ്യണം. ദെൻ ഇൻഫോർമേഷൻ ഡാറ്റാബേസ് ബാക്കപ്പ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുക. ഓഫീസറുടെ ഇൻവെന്ററി ഒക്കെ ചെക്ക് ചെയ്യുക. എക്യുപ്മെന്റ്സ് ഒക്കെ കറക്റ്റ് ഓർഡർ അനുസരിച്ചിട്ട് പ്രവർത്തിക്കുക അല്ലെ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ അത്രയും നോക്കിയാണ് എല്ലാവരും 3 പേരുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുവരെ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് job summary and OPD means outpatient department executive അല്ലെ. അപ്പൊ ഇനി നമ്മൾ എക്സിക്യൂട്ടീവിന്റെ അടുത്ത് നോക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ പഠിച്ചത് OPD സെക്രട്ടറി ആണ്. മാറിപ്പോകരുത് കേട്ടോ. പേരുകൾ നോക്കാം, അവരുടെ ഡ്യൂട്ടീസ് കൃത്യമായിട്ട് നോക്കണം. ഇത് അങ്ങനെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് മാറിപ്പോകാതെ പഠിക്കണം. അപ്പൊ ഇനി നമ്മൾ നോക്കുന്നത്
job summary and OPD, outpatient department executive. The OPD executive plays an important role in supervising the operations of the outpatient department in the hospital. Underline ചെയ്യാട്ടോ. OPD executive എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് റോൾ ഇൻ സൂപ്പർവൈസിംഗ് ഓപ്പറേഷൻസ്. അതായത് ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങളെ സൂപ്പർവൈസ് ചെയ്യുന്നതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് OPD എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. നമുക്കറിയാം എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സൂപ്പർവൈസ് ചെയ്ത് നടക്കുന്ന വ്യക്തിയായിട്ട് ഇല്ലേ. ഇപ്പൊ നമ്മള് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതൊരു നമ്മളിപ്പോ ഏതെങ്കിലും ഒരു സ്ഥാപനമൊക്കെ ആണെങ്കിലും അവിടെ എക്സിക്യൂട്ടീവുമാരുണ്ടാകും ഇല്ലേ. ഹോസ്പിറ്റലിൽ മാത്രമാണോ ഒരു എക്സിക്യൂട്ടീവ് എന്നുള്ള പൊസിഷൻ ഉള്ളത്? ആണോ? ഹോസ്പിറ്റലിൽ മാത്രമാണോ എക്സിക്യൂട്ടീവ് ഉള്ളത്? അല്ല, പല നമ്മള് വിവിധ തരത്തിലുള്ള ജോലി മീൻസ് ജോബ് ഏരിയയിലും നമുക്ക് എക്സിക്യൂട്ടീവിനെ കാണാം. എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ OPD എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലെ OPD ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങളെ ഓപ്പറേഷൻസിന് ഏതൊരു ഓർഗനൈസേഷൻസിലും വരാം. സോ ഇവിടെ നമുക്ക് OPD എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ OPD പ്രവർത്തനങ്ങൾ അല്ലെ നമ്മളുടെ ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങളെ മേൽനോട്ടം വഹിക്കുന്നു. സ്റ്റാഫുകളുടെ പ്രവർത്തനങ്ങളെയും ഡോക്ടേഴ്സിന്റെയും ഇവരെല്ലാം സൂപ്പർവൈസ് ചെയ്യുന്നതാണ് OPD എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാട്ടോ. Then their responsibilities include എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ്? ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അദ്ദേഹത്തിന് ഉണ്ട്. നോക്കാം. ഫസ്റ്റ് വൺ, മാനേജിങ് OPD സ്റ്റാഫ്. OPD-യിലുള്ള സ്റ്റാഫുകളൊക്കെ മാനേജ് ചെയ്യുക അല്ലെ. അവർ കൃത്യമായിട്ടുള്ള അവരുടെ വർക്കുകൾ ചെയ്യുന്നുണ്ടോ, കൃത്യസമയത്ത് വരുന്നുണ്ടോ, ഇങ്ങനെയുള്ള അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും എന്ത് ചെയ്യുക? മാനേജ് ചെയ്യുക. സെക്കൻഡ് വൺ, മെയിൻറ്റെയിനിങ് എക്സാക്ട് പേഷ്യന്റ് റെക്കോർഡ്സ് അല്ലെ. അതായത് പേഷ്യൻസിന്റെ റെക്കോർഡ്സുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. മൂന്നാമതായിട്ട് പറയുന്നത് ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്യുക. Then coordinating with other hospital department, മറ്റു ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും കോർഡിനേറ്റ് ചെയ്യുക. OPD മാത്രമല്ല നോക്കേണ്ടത്, മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും ഒത്തൊരുമിച്ചിട്ട് പ്രവർത്തിക്കണം അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക. Then അഞ്ചാമത്തത് ensuring patient satisfaction, രോഗിയുടെ സംതൃപ്തി ഉറപ്പുവരുത്തുക. സംതൃപ്തി ഉറപ്പുവരുത്തണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? അപ്പോ രോഗിയുടെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അവരോട് അതിനനുസരിച്ച് ബിഹേവ് ചെയ്യുക. ദെൻ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക അല്ലെ. ഇപ്പൊ പേഷ്യൻസിനായാലും ഒത്തിരി സംശയമുള്ള ആളുകളൊക്കെ ഉണ്ടാകും. സംശയം മീൻസ് എന്താ, ചികിത്സാപരമായിട്ട് അറിവില്ലാത്തവരായിരിക്കാം, ചിലപ്പോൾ മെഡിസിനെ കുറിച്ചിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടാകാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് എന്താണോ അവരുടെ നീഡ് അനുസരിച്ചിട്ട് അവരോട് അസിസ്റ്റ് ചെയ്യുക. Then managing the department's budget, ഡിപ്പാർട്ട്മെന്റിന്റെ ബഡ്ജറ്റ്, അതായത് OPD ഡിപ്പാർട്ട്മെന്റിന്റെ ബഡ്ജറ്റ് മാനേജ് ചെയ്യുക. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്? OPD-യിലെ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ OPD-യിലേക്ക് ആവശ്യമായിട്ടുള്ള വരവ് ചിലവ് കണക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. സോ ആ ബഡ്ജറ്റിനെ ഒന്ന് മാനേജ് ചെയ്യുക. മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. ഫിനാൻസും പർച്ചേസും ഫിനാൻസും കാര്യങ്ങളൊക്കെ ഇല്ലാവണം, അതിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. Then developing and implementing policies and procedures അല്ലെ. ഇംപ്ലിമെന്റിങ് പുതിയ പുതിയ പോളിസീസുകളും നടപടിക്രമങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യണം. അതുപോലെ ഇംപ്ലിമെന്റിങ് നടപ്പിലാക്കുക, അതുപോലെ അത് വികസിപ്പിക്കുക, പുതിയ പുതിയ റൂൾസും റെഗുലേഷൻസ് കൊണ്ടുവരാം. Then ensuring the smooth functioning of the OPD area. OPD ഏരിയയിലെ പ്രവർത്തനങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് മീൻസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് എൻഷുറിങ് ഉറപ്പ് വരുത്തുകയാണ്. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഉറപ്പ് നൽകുക. Then supervising appointment scheduling. Supervising appointment scheduling for different consultant അല്ലെ. പല ഡോക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ഒക്കെ സൂപ്പർവൈസ് ചെയ്യാവുന്നത്. അതായത് കുറെ ഡോക്ടേഴ്സ് ഉണ്ടാവുന്ന ഹോസ്പിറ്റലില്. സോ എല്ലാ കൺസൾട്ടൻസിനും വേണ്ടിയിട്ടുള്ള അപ്പോയിന്റ്മെന്റുകൾ, പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്. സോ അതിനൊന്ന് സൂപ്പർവൈസ് ചെയ്യുകയാണ്. അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് തന്നെയാണോ പേഷ്യൻസ് ഒക്കെ വന്നിരിക്കുന്നത്? ഇനി അവിടെ പേഷ്യൻസ് തമ്മിൽ വല്ല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? കറക്റ്റ് അപ്പോയിന്റ്മെന്റ് അതനുസരിച്ചിട്ടാണോ പേഷ്യൻസ് കയറുന്നത്? എന്നൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് സൂപ്പർവൈസ് ചെയ്യുക, മേൽനോട്ടം വഹിക്കുക. Then പത്താമത്തെ റെസ്പോൺസിബിലിറ്റീസ് ചെക്കിംഗ് ഡോക്ടേഴ്സ് വർക്കിംഗ് കണ്ടീഷൻ. ചെക്കിംഗ് ഡോക്ടർ വർക്കിംഗ് കണ്ടീഷൻ, ഡോക്ടേഴ്സിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയാണ്.
കൃത്യസമയത്ത് ഡോക്ടേഴ്സ് ഒക്കെ അവിടെ ഒപിയിൽ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ റൂമിൽ ട്രീറ്റ്മെന്റ് സ്റ്റാഫ് പേഷ്യൻസിന് കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടോ, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമാണോ എന്ന് ഒന്ന് പരിശോധിക്കുക. ഓക്കെ, ഫസ്റ്റത്തെ 10 റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ആദ്യത്തെ 10 എണ്ണം വായിക്കുക. 10 എണ്ണം വായിക്കുമ്പോ തന്നെ ഒരു മനസ്സിലാക്കി പഠിച്ചിരിക്കണം. ഓക്കെ, ഇങ്ങനെ നമ്മളിപ്പോ വായിക്കുമ്പോ തന്നെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയി. ഓക്കെ, വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. 10 എണ്ണം വായിക്കാം, എന്നിട്ട് നമുക്ക് അടുത്തത് പറയാം. ഫസ്റ്റത്തെ 10 പോയിന്റ് ആണ് കേട്ടോ. ഓരോ പോയിന്റും അർത്ഥം മനസ്സിലാക്കി വായിച്ചു പോവുക കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ 10 പോയിന്റ്? കംപ്ലീറ്റ് ചെയ്തോ എല്ലാവരും? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഗ്യാതറിംഗ് ആൻഡ് സ്ക്രൂട്ടിനൈസിംഗ് ഫീഡ്ബാക്ക് ഫോംസ്. ഗ്യാതറിംഗ് കളക്ട് ചെയ്യുക അല്ലെ, ഫീഡ്ബാക്ക് ഫോംസുകള് പേഷ്യൻസിൽ നിന്നുള്ള ഫീഡ്ബാക്ക് ഫോമുകള് കളക്ട് ചെയ്യുകയും ചെയ്യുക. സ്ക്രൂട്ടിനൈസിംഗ് എന്ന് വെച്ചാൽ എന്താണ്? അത് കൃത്യമായിട്ട് പരിശോധിക്കുക, ഒരു എന്താ പറയാ സൂക്ഷ്മ പരിശോധന എന്നൊക്കെ പറയും അല്ലെ. കൃത്യമായിട്ട് പരിശോധിക്കുക പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് ഫോംസുകൾ. Dealing with complicated issues and reporting to the manager. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെ ഡീൽ ചെയ്യുക. ചിലപ്പോ സ്റ്റാഫുകൾ തമ്മിലാകാം, അല്ലെങ്കിൽ ആ പേഷ്യൻസും എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് പരമായിട്ടുള്ള ഇഷ്യൂസുകൾ സംഭവിക്കാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വരികയാണെങ്കിൽ അതിനൊന്ന് ഡീൽ ചെയ്യുക. Then reporting to the manager. മാനേജർ റിപ്പോർട്ട് ചെയ്യുക. And greeting patient and visitors അല്ലെ, പേഷ്യൻസിനെയും വിസിറ്റേഴ്സിനെയും ഗ്രീറ്റിംഗ് ചെയ്യുക. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കാണാറില്ലേ എക്സിക്യൂട്ടീവ്സ് ഒക്കെ ഉണ്ടാകും. അപ്പൊ നമ്മൾ നല്ല രീതിയിലായിരിക്കും അകത്തേക്ക് അവർ ഗ്രീറ്റ് ചെയ്ത് വെൽക്കം ചെയ്യുന്നത് ആണോ? നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ തന്നെ എന്താണ് ഏത് ഡോക്ടർ എന്നൊക്കെ ചോദിച്ചിട്ട് വരാറില്ലേ? വരാറുണ്ടോ? ചില ഹോസ്പിറ്റലിലൊക്കെ ഇതുപോലെ PR അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് എന്താണ് ആവശ്യം അത് നമ്മളോട് നല്ലൊരു എന്താ പറയാ നല്ലൊരു ഗ്രീറ്റിംഗ് ഒക്കെ ആയിട്ട് നമ്മളോട് വന്നിട്ട് അങ്ങനെയാണ് അവരെ വെൽക്കം ചെയ്യുന്നത് ആണോ? ഇതൊക്കെ അനുഭവം ഉണ്ടോ? ഐ ഹോസ്പിറ്റൽ എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ട് കേട്ടോ എക്സിക്യൂട്ടീവ്സ് ഒക്കെ. ഓക്കെ, ഐ ഹോസ്പിറ്റലിലാണ് അനുഭവം ഉള്ളത്. ഓക്കെ, then next one നോക്കാം. രജിസ്റ്ററിംഗ് ന്യൂ പേഷ്യൻസ്. പുതിയ പേഷ്യൻസ് വരുമ്പോൾ അവരെന്ത് ചെയ്യുക? രജിസ്റ്ററിംഗ് ചെയ്യുക. Then taking part in practice meeting and training courses and ensuring compliance with health and safety procedures. Taking part എന്ന് വെച്ചാൽ എന്താണ്? പങ്കെടുക്കുക അല്ലെ. എന്തില്ല? Taking part in practice meeting and training courses അല്ലെ. 14 പറഞ്ഞില്ല. ഓക്കെ, വിട്ടുപോയിട്ടോ, അവർ ഫ്ലോയിൽ പോയതാണ്. 14-ാമത്തെ ഓക്കെ 14-ാമത്തെ നോക്കാം കേട്ടോ. ഗ്രീറ്റിംഗ് പേഷ്യന്റ് ആൻഡ് വിസിറ്റേഴ്സിനെ ഒരെണ്ണം വിട്ടുപോയിട്ടുണ്ട്. ഡയറക്ടിങ് ദം ടു അപ്രോപ്രിയേറ്റ് പ്രൊഫഷണൽസ് അല്ലെ. അതായത് അപ്രോപ്രിയേറ്റ് പ്രൊഫഷണൽസിന്റെ അടുത്ത്, അതായത്
ഏത് ഡോക്ടേഴ്സ് ആണോ ആ ഡോക്ടേഴ്സിന്റെ അടുത്തും മറ്റും എന്ത് ചെയ്യുക, പേഷ്യൻസിന് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുക. അവർക്ക് അറിയില്ലല്ലോ പിന്നെ ഡോക്ടർ ഇല്ല എവിടെയാണ് ഡോക്ടർ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുക, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന്റെ അടുത്ത് ഡയറക്റ്റ് ചെയ്യുക. Then registering new patients. New patient register ചെയ്യുക. Then taking part in practice meeting and training courses and ensuring compliance with health and safety procedures. അല്ലെ? അപ്പോൾ ടേക്കിംഗ് പാർട്ട് ഇൻ പ്രാക്ടീസ് മീറ്റിംഗ്, അതായത് എന്താണ്, പങ്കെടുക്കുക, അതായത് മീറ്റിങ്ങുകളൊക്കെ വരുമ്പോൾ അതിൽ പങ്കെടുക്കുക. ദെൻ ട്രെയിനിങ് കോഴ്സുകൾ, എക്സിക്യൂട്ടീവ്സിനൊക്കെ ട്രെയിനിങ് കോഴ്സുകളൊക്കെ ഉണ്ടാവും. എങ്ങനെയാണ് നമ്മൾ പേഷ്യൻസിനെ മീറ്റ് ചെയ്യേണ്ടത് അതിനെ കുറിച്ചിട്ടൊക്കെയുള്ള കോഴ്സുകളൊക്കെ ഉണ്ടാവും അല്ലെ. സോ ഈ കോഴ്സുകളിലൊക്കെ എന്ത് ചെയ്യുക, മീറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻഷുറിംഗ് കോംപ്ലിയൻസ് വിത്ത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ്, മീറ്റിംഗിലും മറ്റു കോഴ്സുകളൊക്കെ പങ്കെടുക്കുന്നതിലൂടെ പേഷ്യൻസിന്റെ ഹെൽത്തും അതുപോലെ തന്നെ സുരക്ഷാ നടപടിക്രമങ്ങളും ഉറപ്പുവരുത്തുക. ഓക്കെ, അതായത് അവർക്ക് മീറ്റിംഗ്സിലൊക്കെ പങ്കെടുക്കുമ്പോൾ അതിൽ എങ്ങനെയാണ് പേഷ്യൻസിനെ നമ്മൾ ഡീൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ സുരക്ഷ എങ്ങനെയാണെന്നൊക്കെയുള്ള ക്ലാസ്സുകളൊക്കെ ആയിരിക്കും. സോ അതിൽ പങ്കെടുത്തുകൊണ്ട് ഇത് ഉറപ്പുവരുത്തുക, സുരക്ഷ ഉറപ്പുവരുത്തുക. Then next one, furthermore, the OPD executive is accountable for checking that everything in OPD area in its correct place and ensuring that there are no items left over by previous shift receptionist. നോക്കാം, furthermore അല്ലെ, അതായത് എന്താണ്, OPD-യിലെ എന്താണ്, OPD-യിലെ എല്ലാ കാര്യങ്ങളും, എവറിത്തിങ് ഇൻ OPD area is in its correct. OPD-യിലെ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണോ, കൃത്യമായിട്ടാണോ പ്രവർത്തനങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നത് അല്ലെ, ഇന്നൊന്ന് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. OPD-യിലെ എല്ലാ പ്രവർത്തനങ്ങളും, അപ്പോയിന്റ്മെന്റ് ആണെങ്കിലും ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഒക്കെ ടൈമിംഗ് ആണോ, സ്റ്റാഫുകൾ അവരുടെ കറക്റ്റ് ടൈമിംഗിലാണോ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ OPD കറക്റ്റ് സ്മൂത്ത് ആയിട്ടാണോ പോകുന്നതെന്ന് ചെക്ക് ചെയ്യുക. And ensure that there are no items left over by the previous shift receptionist. അല്ലെ, അതായത് പ്രീവിയസ് ഷിഫ്റ്റ് റിസപ്ഷൻ, നമുക്കറിയാം ഇപ്പൊ ഹോസ്പിറ്റലില് റിസപ്ഷനിസ്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരാൾ തന്നെയായിരിക്കും ഇരിക്കുന്നത്. ചിലപ്പോൾ ഡേ ഷിഫ്റ്റിൽ ഉണ്ടാകും, അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റിൽ വേറെ ഒരാൾ ഉണ്ടാകും, ആണോ അല്ലേ? ഇപ്പോൾ ഡേ ഷിഫ്റ്റില് കയറിയ ആൾ ചിലപ്പോൾ വൈകിട്ട് ഒരു 6 മണി വരെയൊക്കെ ആയിരിക്കും ഡ്യൂട്ടി അല്ലെ. അപ്പൊ അത് കഴിയുമ്പോൾ അടുത്ത ആൾ ഷിഫ്റ്റിന് കയറി അല്ലെ. സോ പ്രീവിയസ് ഷിഫ്റ്റ് റിസപ്ഷനിസ്റ്റ് അത് അവരുടെ ഡ്യൂട്ടി ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. അതായത് നമ്മൾ ഇരിക്കുമ്പോൾ അന്നത്തെ ദിവസത്തെ ക്യാഷ് പേയ്മെന്റ് ഒക്കെ അവർ കളക്ട് ചെയ്തിട്ട് വെക്കും. ദെൻ നെക്സ്റ്റ് അടുത്ത പിറ്റേ ദിവസം അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റിൽ വരുന്ന ആളാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോ അത് പ്രീവിയസ് ആയിട്ടുള്ളത് മീൻസ് ഡേ ഷിഫ്റ്റിൽ വരുന്ന ആളുകൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. നമ്മളിത് പഠിച്ചിട്ടുണ്ട് ഓൾറെഡി, ഏതോ നമ്മളുടെ ഇത് തോന്നുന്നു ഫ്രണ്ട് ഓഫീസിലായിരിക്കാം പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. അതായത് ഡേ ഷിഫ്റ്റ് ടൈമിൽ വരുമ്പോൾ അവർക്ക് അന്ന് മീൻസ് ആ ഒരു ഡേയിൽ വന്നിരിക്കുന്ന അവരുടെ വർക്കിംഗ് ടൈമിൽ വന്നിരിക്കുന്ന പേയ്മെന്റ്സ് ആണെങ്കിൽ കറക്റ്റ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് അടുത്ത ആൾ ഇരിക്കുവാൻ. ഓർമ്മയുണ്ടോ? കുറച്ചു പേർക്ക് ഓർമ്മയുണ്ട്. ഫ്രണ്ട് ഓഫീസിലല്ലേ പഠിച്ചത്, ആണോ? അതെ, ഓക്കെ. ഫ്രണ്ട് ഓഫീസിലും മറ്റേതെങ്കിലും എനിക്ക് തോന്നുന്നു വരാം കേട്ടോ. ഫ്രണ്ട് ഓഫീസിലാണ് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, then they direct patients to the payment counter to make their case paper, ensuring smooth and efficient process. They direct patients to the payment counter. Patients in the payment counter direct ചെയ്യുന്നു. Make their case paper, ensuring smooth and efficient process. അവരുടെ കേസ് പേപ്പർ ഉദ്ദേശിക്കുന്നത് പേയ്മെന്റ് ബില്ലുകളൊക്കെ പേയ്മെന്റ് ചെയ്യാനും സ്മൂത്ത് ആണ് എഫിഷ്യന്റ് പ്രോസസ്സ്, പെട്ടെന്ന് തന്നെ കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ ചെയ്യാനായിട്ട് ഉറപ്പു നൽകുന്നു. അദ്ദേഹം ഒന്ന് അവരെ ഡയറക്റ്റ് ചെയ്യുന്നത്. അതായത് ബില്ലുകളൊക്കെ അടയ്ക്കാനൊക്കെ ഉണ്ടാവില്ലേ പേഷ്യൻസിന്റെ, നമുക്കിപ്പോ പേയ്മെന്റ് നടക്കുന്നത് എവിടെയാണോ എങ്ങനെയാണോ ഒന്നും അറിയില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാകാം. സോ അവരൊന്ന് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുന്നു, ഇന്നെവിടെയാണ് നമ്മൾ പേയ്മെന്റ് അടക്കുന്നത്. സോ ആ ഒരു ഏരിയ കാണിച്ചു കൊടുത്ത് അവിടേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. Then കേസ് പേപ്പർ എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് ബില്ല് അല്ലെ, പേഷ്യൻസിന്റെ ബില്ല്, ആ ബില്ല് കടക്കാനൊക്കെ പെട്ടെന്ന് തന്നെ സ്മൂത്ത് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നടത്തി കൊടുക്കുന്നു. ഓക്കെ, നമ്മുടെ കൂടെ വരുന്നവര് ഒരാളുണ്ട് അങ്ങനെ പേയ്മെന്റ് കടക്കാൻ നിർത്തി ഒരുപാട് സമയമൊക്കെ എടുക്കുമല്ലോ ബില്ലൊക്കെ അടക്കുമ്പോൾ.
നമ്മുടെ അഡ്മിഷൻ ഒക്കെ ചെയ്ത് ഡിസ്ചാർജ് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ ഒരു ബില്ലിങ്ങിന് വേണ്ടി തന്നെ നല്ലൊരു ടൈം നമ്മൾ ചെലവഴിക്കേണ്ടി വരും അല്ലെ. ആള് ഡിസ്ചാർജ് ആയിട്ടിരിക്കുന്നതായിരിക്കും, പക്ഷെ ഈ ബില്ല് അടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ രാവിലെ ഡിസ്ചാർജ് ആയിട്ടുണ്ടെങ്കിൽ ബില്ലൊക്കെ അടിച്ച് റെഡിയായി വരുമ്പോൾ ചിലപ്പോൾ ഉച്ചയാവും. അങ്ങനെയല്ലേ പൊതുവേ. അപ്പൊ ആ ഒരു ടൈമില് ഈ ബില്ല് അടക്കാനും പേയ്മെന്റിന്റെ കാര്യങ്ങൾക്കൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവുന്ന പേഷ്യൻസിനെ ഡയറക്ട് ചെയ്യുക. അപ്പൊ അവിടെയാണ് ഓരോ ഏരിയയിലും നമ്മൾ ഹോസ്പിറ്റലിൽ പറയുമ്പോൾ ചിലപ്പോൾ ഡിഫറെന്റ് ബില്ലിംഗ് സെക്ഷൻ ആയിരിക്കും അല്ലെ. അപ്പൊ ഓരോ ഏരിയയിലും ബില്ലുകളൊക്കെ ഡ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യാനും മറ്റും പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയോ? കേസ് പേപ്പർ എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്, ബില്ല്. Then last one നോക്കാം. Overall, the OPD executive is necessary for ensuring that the outpatient department runs efficiently, providing high quality care to patients, while also managing cost and maintaining regularly compliance. അല്ലെ, അതായത് ഓവറോൾ ആയിട്ട് മൊത്തത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ OPD executive necessary ensuring ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എഫിഷ്യന്റ് ആയിട്ട് കാര്യക്ഷമതയോട് പ്രവർത്തിക്കണമെങ്കിൽ OPD എക്സിക്യൂട്ടീവ് അവിടെ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. Then providing high quality care to patients. പേഷ്യൻസിന് നല്ലൊരു ഉയർന്ന നിലവാരത്തിലുള്ള ഒരു പരിചരണം നൽകുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ OPD പ്രവർത്തനങ്ങള് എഫിഷ്യന്റ് ആയിട്ട് റൺ ചെയ്യാനും കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകുന്നതിനും OPD എക്സിക്യൂട്ടീവ് പ്രധാന പങ്ക് വഹിക്കുന്നു. While also managing, അതുപോലെ തന്നെ എന്താണ്, മാനേജിങ് കോസ്റ്റ് ആൻഡ് മെയിൻറ്റെയിനിങ് റെഗുലേറ്ററി കംപ്ലയൻസ്. അതായത് എന്താണ്, അവര് നമ്മളുടെ കോസ്റ്റുകൾ നമ്മൾ ബഡ്ജറ്റ് ഒക്കെ മാനേജ്മെന്റ് ചെയ്യുന്നു അല്ലെ, ചിലവുകളൊക്കെ നിയന്ത്രിക്കാനും അത് റെഗുലർലി കംപ്ലയൻസ് അത് പാലിക്കുവാനും ബാധ്യസ്ഥനാണ്. ഓക്കെ, ഇത്രയുമാണ് ഒരു ജോബ് സമ്മറി, ഔട്ട് പേഷ്യന്റ് എക്സിക്യൂട്ടീവിന്റെ ജോബ് സമ്മറി പറയുന്നത്. മറ്റൊന്നല്ല നമ്മൾ വായിച്ചത്. ദെൻ 11ാമത്തെ തുടങ്ങി നെക്സ്റ്റ് വായിക്കുക കേട്ടോ. വായിച്ചു നോക്കിക്കോളൂ, 11 തുടങ്ങി 19 വരെ. ഇത്രയുമാണ് നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസ് വരുന്നത്. ഒരുപാടുണ്ട്, ഇത് കണ്ട് പേടിക്കണ്ട. 19ാമത്തെ പറയണെങ്കിൽ ഓവറോൾ ആയിട്ട് പറയുന്നത്, അവിടെ സ്പെഷ്യൽ ആയിട്ട് എടുത്ത് പറയണില്ല. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പോലെ ഒരു OPD പ്രവർത്തനങ്ങള് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യണമെങ്കിൽ OPD എക്സിക്യൂട്ടീവ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ പേഷ്യൻസിന് ഉയർന്ന ഒരു പരിചരണം നൽകുന്നതിനും OPD എക്സിക്യൂട്ടീവ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ദെൻ കോസ്റ്റ്, അതായത് ചിലവ് വിവരങ്ങളൊക്കെ ബഡ്ജറ്റ് നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി, ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. ഓവറോൾ ആയിട്ട് പറഞ്ഞിരിക്കേണ്ട ലാസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ, വായിച്ചു നോക്കാം. പതിനൊന്നാമത് എന്താ പറയുന്നത്? ഗ്യാതറിംഗ് ആൻഡ് സ്ക്രൂട്ടിനൈസിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂക്ഷ്മ പരിശോധന നടത്താൻ. അതായത് പേഷ്യൻസിന്റെ ഫീഡ്ബാക്കുകൾ ശേഖരിക്കുക. നമ്മൾ പറഞ്ഞില്ലേ പേഷ്യൻസ് സർവേകളൊക്കെ നടത്തുന്ന ഓർമ്മയുണ്ടോ? മോണിറ്ററിംഗിൽ പറഞ്ഞോ, ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടിയിട്ട് സർവേകൾ നടത്തും. സോ ഈ സർവേകളൊക്കെ കളക്ട് ചെയ്യുക. ദെൻ സ്ക്രൂട്ടിനൈസിംഗ് എന്ന് വെച്ചാൽ അതൊന്ന് പരിശോധിക്കുക, സൂക്ഷ്മ പരിശോധന നടത്തുക. ക്ലിയർ ആയോ? ഫീഡ്ബാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ് കേട്ടോ. നമ്മൾ ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ സർവേ ഒക്കെ നടത്തുന്നു പറഞ്ഞില്ലേ.
Complete the points. Okay. Complete the complete the Okay, അപ്പോൾ നമ്മൾ കണ്ടത് OPD എക്സിക്യൂട്ടീവിന്റെ ജോബ് സമ്മറി ആണ്, അല്ലെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റീസ്. ഇനി നെക്സ്റ്റ് അടുത്ത പേഴ്സൺ ആണ് നമ്മൾ നോക്കുന്നത്, ജോബ് സമ്മറി ഓഫ് പേഷ്യന്റ് കൗൺസിലർ. എക്സിക്യൂട്ടീവ് ആണ് നമ്മൾ പറഞ്ഞത്, അടുത്ത വ്യക്തി എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് കൗൺസിലർ അല്ലെ. കൗൺസിലർ എന്ന് പറയുമ്പോഴത്തേനും നമുക്കറിയാലോ എന്താണ് കൗൺസിലർ ചെയ്യുന്നത്. കൗൺസിലർ അല്ലെ, നമ്മൾ കോമൺ ആയിട്ട് കൗൺസിലർ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കൗൺസിലർ എന്താണ് അദ്ദേഹം ചെയ്യുക? കൗൺസിലിംഗ് ആണ് അല്ലെ. കൗൺസിലിംഗ് നടത്തും. ഉപദേശക കമ്മിറ്റി. ഓക്കെ, ഗൈഡൻസ് എന്ന് പറയും അല്ലെ, ഗൈഡൻസ് കൗൺസിലിംഗ്. അപ്പൊ നമ്മൾ കൗൺസിലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങളോ അല്ലെ മറ്റു നമുക്ക് ആ വ്യക്തിയുടെ മൈൻഡ് വായിക്കാനൊക്കെ പറ്റുമെന്ന് പറയും അല്ലെ. ചില കൗൺസിലർമാർക്ക് അങ്ങനെയുള്ള ഒരു ഇതൊക്കെ ഉണ്ട് അല്ലെ, മൈൻഡ് വായിച്ച് നമ്മൾ എന്താണ് നമ്മുടെ മൈൻഡിൽ ചിന്തിക്കുന്നത് അത് പറയാനൊക്കെ പറ്റും. പക്ഷെ ഇവിടുത്തെ കൗൺസിലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു അഡ്വക്കേറ്റ്, ഒരു അഡ്വൈസ് കൊടുക്കുക അല്ലെ. അതായത് പേഷ്യൻസിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ട് അവർക്ക് അഡ്വൈസ് കൊടുക്കുക അല്ലെ. അതാണ് ഇവിടുത്തെ നമ്മളുടെ ഹോസ്പിറ്റലിലെ കൗൺസിലർ ഉദ്ദേശിക്കുന്നത്. ഹോസ്പിറ്റലിലെ കൗൺസിലർ എന്ന് പറഞ്ഞാൽ എന്താ, മൈൻഡ് മനസ്സിലാക്കി വായിക്കുന്ന ഒരാളെന്നല്ല കേട്ടോ. ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ പേഷ്യൻസിന്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കുക, ദെൻ അവർക്ക് ഉപദേശങ്ങൾക്ക് നൽകുക. ഓക്കെ, കോമൺ ആയിട്ട് ഞാൻ പറഞ്ഞ കേട്ടോ. കൗൺസിലർ എന്ന് പറയുമ്പോൾ ചില സൈക്കോളജിസ്റ്റുകളൊക്കെ ഉണ്ടാവില്ലേ കൗൺസിലിംഗ് ചെയ്യുന്നത്. കൗൺസിലിംഗിൽ പോയിട്ടുണ്ട് ആരെങ്കിലും? കൗൺസിലിംഗിന് ആരും പോയിട്ടില്ല. ഓക്കെ, പ്രശ്നങ്ങളുള്ളവർ മാത്രമല്ല കേട്ടോ കൗൺസിലിംഗിന് പോകുന്നത്. ഇത് നമ്മൾ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാകും അല്ലെ. അങ്ങനെ പ്രോബ്ലം ഉള്ളവരല്ല. നമുക്ക് മൈൻഡിൽ നിന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു കൗൺസിലിംഗ് ഒക്കെ നല്ലതാണ്. ഓക്കെ, then നോക്കാം, job summary of patient counselor. A patient counselor, also known as patient advocate or patient liaison. Liaison എന്താ liaison എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, liaison കേട്ടിട്ടുണ്ടോ? അതായത് ഒരു മധ്യസ്ഥൻ എന്നൊക്കെ പറയൂലേ, ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു മധ്യസ്ഥൻ എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. ബന്ധം എന്ന് പറയാം, നടക്ക് നമ്മൾ നിൽക്കാന്നൊക്കെ പറയില്ലേ, പേഷ്യന്റിന്റെയും അങ്ങനെ ഒരു ഇടയ്ക്ക് നിൽക്കുന്ന ഒരാള്. ഓക്കെ, ഒരു റിലേഷനിലേക്ക്. A patient counselor, also known as patient advocate or patient liaison, underline ചെയ്യാട്ടോ. Patient counselor എന്ന് പറയുന്ന മറ്റു രണ്ട് പേരുകളാണ് patient advocate എന്ന് പറയും, patient liaison എന്ന് പറയും. Okay, is a healthcare professional who works keenly with the patient and their families to extend emotional support, education and advocacy. എന്താണ് പറയുന്നത്? അപ്പോ പേഷ്യന്റ് കൗൺസിലർ എന്ന് പറയുമ്പോൾ അദ്ദേഹമാണ് പേഷ്യന്റ് അഡ്വക്കേറ്റുമാണ്, പേഷ്യന്റ് ലിയസനുമാണ്, ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആണ് അദ്ദേഹം. അദ്ദേഹം പേഷ്യൻസിന്റെ ഫാമിലിയോടൊപ്പം വർക്ക് ചെയ്യുന്നു അല്ലെ, അവർക്ക് അസിസ്റ്റ് ചെയ്യുന്നു. എക്സ്റ്റെൻഡ് ഇമോഷണൽ സപ്പോർട്ട്, പേഷ്യന്റിനും ഫാമിലിക്കും ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്നു. എന്ത് ഇമോഷണൽ എന്ന് പറയുമ്പോൾ പിന്നെ മലയാളം വേണോ? ഇമോഷണൽ, വൈകാരിക മീൻസ് അല്ലെ, വൈകാരിക സപ്പോർട്ട് എന്നൊക്കെ പറയാം. ഇമോഷണൽ തന്നെയല്ലേ നമ്മൾ പറയാറ്, നമ്മുടെ ഫീലിങ്സ്. അപ്പോ പേഷ്യൻസിനും പേഷ്യൻസിന്റെ ഫാമിലിക്കും എന്താണ് ഇമോഷണൽ ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നു, എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, അഡ്വക്കസി ഉപദേശങ്ങൾ നൽകുന്നു. The job description of a patient counselor normally includes the following responsibilities. അപ്പോൾ എന്തൊക്കെയാണ് ഇനി കൗൺസിലർ കൊടുക്കുന്ന കൗൺസിലറിന്റെ ഉത്തരവാദിത്തങ്ങൾ? 7 ഡ്യൂട്ടിയാണ് കേട്ടോ അദ്ദേഹത്തിനുള്ളത്. പേടിക്കേണ്ട 7 കുറച്ചുള്ളൂ. നോക്കാം. ഫസ്റ്റ് വൺ, പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട്. ആദ്യം പറഞ്ഞതുപോലെ ഇമോഷണൽ ആയിട്ടുള്ളൊരു സപ്പോർട്ട് കൊടുക്കുന്നു. എന്താണ് ഇമോഷണൽ സപ്പോർട്ട് എന്ന് നോക്കാം. The patient counselor is accountable for providing emotional support to patient and their families. Hearing
their concern and helping them deal with their diagnosis or illness. എന്താണ് പറയുന്നത്? പേഷ്യന്റ് കൗൺസിലർ എന്ന് പറഞ്ഞാല് അക്കൗണ്ടബിൾ ഫോർ, ഉത്തരവാദിത്തമുണ്ടെന്ന് അദ്ദേഹത്തിന്. എന്തൊക്കെയാണ്? പേഷ്യൻസിന്റെ ഫാമിലിക്കും ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക. ചിലപ്പോ എന്തെങ്കിലും ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിലുള്ള ചിലപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ കണ്ടെത്തുമ്പോൾ നോർമലി നമുക്കറിയാലോ, സ്വാഭാവികമായിട്ടും ആ പേഷ്യന്റിനും ഫാമിലിക്കും അത് എന്താ പറയാ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും അല്ലെ? അങ്ങനെയുള്ള ഒരു ടൈമിലൊക്കെ പേഷ്യൻസിന്റെ ഫാമിലിക്കും ഒരു സപ്പോർട്ട് കൊടുക്കുക. ഹിയറിംഗ് ദെയർ കൺസേൺസ്. എന്താ കൺസേൺസ് എന്ന് വെച്ചാല് അവരുടെ ആശങ്കകൾ അല്ലെങ്കിൽ അവരുടെ പേടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ന അസുഖമാണെന്നൊക്കെ തിരിച്ചറിയുമ്പോൾ ഇത് ചികിത്സിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അപ്പോൾ അവർക്ക് ഒത്തിരി പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ആ ഒരു കൺസേൺസ് ഉണ്ടാകും അല്ലെ? പേഷ്യന്റിനായാലും റിലേറ്റീവിന്റെ ആയിട്ടുണ്ടെങ്കിൽ ഫാമിലിക്ക്. സോ അവരുടെ കൺസേൺസ്, അവരുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കുകയാണ്. കേട്ടിട്ട് വെറുതെ കേട്ടിരിക്കാനല്ല, അതിന് ഒരു ഇമോഷണൽ സപ്പോർട്ട് ഒക്കെ കൊടുക്കുക. ആൻഡ് ഹെൽപ്പിംഗ് ദം ഡീൽ വിത്ത് ദയർ ഡയഗ്നോസിസ് ഓർ ഇൽനെസ്. അവരുടെ രോഗത്തിന്റെ കാര്യങ്ങളിലായാലും അതുപോലെ തന്നെ ഡയഗ്നോസിസ് ടെസ്റ്റുകളൊക്കെ ചെയ്യുമല്ലോ. അപ്പോ അവരോടൊപ്പം അസിസ്റ്റ് ചെയ്യാവുന്ന ഹെൽപ്പ് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളിലും പേഷ്യൻസിനെ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് വൺ, പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട്. ക്ലിയർ ആണോ? ജസ്റ്റ് വെറുതെ വായിച്ച് മനസ്സിലാക്കാനുള്ളത്, ഒന്നും അധികം വിശദീകരണത്തിന്റെ ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ ക്ലിയർ ആകുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം, എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് ഫാമിലി. പേഷ്യൻസിനെയും ഫാമിലിയെയും എഡ്യൂക്കേറ്റ് ആക്കാണ്. The patient counselor is accountable for educating patients and their families about their diagnosis, treatment options, and other sides of their care. എഡ്യൂക്കേറ്റ് ആക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിനെയും ഫാമിലിയെയും പഠിപ്പിക്കാന്നുള്ള അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. പേഷ്യൻസ് ഫാമിലിയെയും അവരുടെ ഡയഗ്നോസിസ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ്, അവരുടെ ചികിത്സയെ കുറിച്ചും അല്ലെങ്കിൽ ഓരോ ടെസ്റ്റുകളൊക്കെ നടത്തുമല്ലോ, അതിനെ കുറിച്ചൊന്നും എല്ലാവർക്കും അറിവുണ്ടാവണമെന്നില്ല. സോ അതില് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസും അതായത് ചികിത്സാ രീതികളെ കുറിച്ചും മറ്റും ഒന്ന് എഡ്യൂക്കേറ്റ് മീൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. നമുക്കിപ്പോ നമുക്കറിയാൻ പറ്റുമോ എല്ലാ ടെസ്റ്റുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ? ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി ആണോ? ചിലവർക്ക് ഓൾറെഡി അറിയാവുന്നവരുണ്ടാവും കേട്ടോ. എങ്കിലും നമ്മുടെ ചികിത്സാപരമായിട്ടുള്ള രീതികളെല്ലാം നമുക്ക് അറിയണമെന്നില്ല അല്ലെ? അപ്പോൾ അങ്ങനെയുള്ള കേസസ് ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ പറഞ്ഞിട്ടാണ് പേഷ്യൻസിനോട് ഫാമിലിയെയും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇന്ന ടെസ്റ്റ് ആണ്, അത് നമുക്ക് രോഗം കണ്ടുപിടിക്കാനാണ്, നമുക്ക് ട്രീറ്റ്മെന്റ് ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ അതർ സൈഡ് ഓഫ് ദെയർ കെയർ, പരിചരണത്തിന്റെ വശങ്ങൾ, അതായത് ഇന്ന ട്രീറ്റ്മെന്റിന്റെ വശങ്ങൾ, നമുക്ക് ഇങ്ങനെ ചെയ്താൽ രോഗഭേദമാകും അല്ലെ? ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പേഷ്യന്റിനോട് പറഞ്ഞു കൊടുക്കുക. അതാണ് എഡ്യൂക്കേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ്. പേഷ്യൻസിന് അഡ്വക്കേറ്റ് ചെയ്യാണ്. The patient counselor is accountable for advocating for patients and their family. അഡ്വക്കേറ്റ് ചെയ്യാണ് മീൻസ് നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഹെൽപ്പിംഗ് ദം നാവിഗേറ്റ് ദ ഹെൽത്ത് കെയർ സിസ്റ്റം. എന്ത് നാവിഗേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാവിഗേറ്റ് എത്തിക്കുക അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. അതായത് ഹെൽത്ത് കെയർ സിസ്റ്റം, അവർക്കൊരു ആരോഗ്യ സിസ്റ്റം, ഹെൽത്ത് കെയർ മീൻസ് പരിരക്ഷ അല്ലെങ്കിൽ സംരക്ഷണമൊക്കെ എത്തിക്കുക. ആൻഡ് മേക്കിംഗ് ഷുവർ that their needs are met അല്ലെ? അതോടൊപ്പം തന്നെ എന്താണ്, പേഷ്യൻസിന്റെ ആവശ്യങ്ങൾ ഉറപ്പാക്കുന്നുവെന്നും അവർക്കൊരു ഉറപ്പ് നൽകുന്നതാണ്. പേഷ്യൻസിന്റെ ആവശ്യങ്ങളൊക്കെ നമ്മൾ പരിഗണിക്കുന്നുണ്ടെന്നുള്ള ഒരു ഉറപ്പ് കൂടി നൽകുക. അതാണ് അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസിൽ പറയുന്നത്. ഫസ്റ്റ് 3 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാമോ? ആദ്യത്തെ 3 പോയിന്റ് 3 കേട്ടോ വായിക്കാം, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് 4 കൂടി പറയാം.
അർത്ഥം മനസ്സിലാക്കി വായിക്കുമ്പോ പോയിന്റുകൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. 7 പോയിന്റ് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. ദെൻ അവരുടെ ഡ്യൂട്ടി അവരെന്താണ് അവിടെ ചെയ്യുന്നത് എന്നുള്ളത് അർത്ഥം മനസ്സിലാക്കി വായിക്കുക. കംപ്ലീറ്റ് ചെയ്തോ ഫസ്റ്റ് 3 പോയിന്റ്? ഓക്കെ, ഇനി 4ാമത്തെ പോയിന്റ് നോക്കാം. പ്രൊവൈഡിങ് റിസോഴ്സസ് അല്ലെ, വിഭവങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. നോക്കാം എന്താണ് വിഭവങ്ങളിൽ പറയുന്നത് നോക്കാം കേട്ടോ. The patient counselor is accountable for providing patients and their families with the resource and information about support groups. അല്ലെ, അതായത് പേഷ്യൻസിനും പേഷ്യൻസിന്റെ ഫാമിലിക്കും എന്ത് ചെയ്യുക, ഇൻഫർമേഷൻസുകളും റിസോഴ്സുകളും അതായത് വിഭവങ്ങൾ ആവശ്യമായിട്ടുള്ള സ്രോതസ്സുകൾ വിഭവങ്ങൾ കൊടുക്കുക. അതുപോലെ തന്നെ ഇൻഫർമേഷൻസ് വിവരങ്ങൾ അബൌട്ട് സപ്പോർട്ട് ഗ്രൂപ്പ്സ് മറ്റു ഗ്രൂപ്പുകളിൽ നിന്നും അല്ലെ. അബൌട്ട് മറ്റു ഗ്രൂപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ട്രീറ്റ്മെന്റ്സും അതുപോലെ തന്നെ ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസുകൾ കൊടുക്കുക. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അസിസ്റ്റ് ചെയ്യുകയാണ്. Then other service that may be available to them. അതായത് പേഷ്യൻസിന് ലഭ്യമാകുന്ന മറ്റ് ഹെൽപ്പുകൾ, അതായത് ഇപ്പൊ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണെങ്കിൽ ഇൻഷുറൻസ് ഒക്കെ ഉള്ള പേഷ്യൻസിനാണെങ്കിൽ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കുക. അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള വിവരങ്ങളൊക്കെ പറയുക. ഇപ്പൊ ഹോസ്പിറ്റലുകാർ തന്നെ നമ്മളോട് ചോദിക്കും, അല്ലെങ്കിൽ നമ്മള് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവര് തന്നെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ഡീലാക്കി തരുന്നത് ആണോ? നമ്മൾ ആവശ്യമായിട്ടുള്ള പേപ്പറുകളും ഫോമുകളൊക്കെ കൊടുത്താൽ നമുക്ക് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, എന്നിട്ട് പറയണോ? ക്ലിയർ ആയോ? അതായത് റിസോഴ്സ് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകളൊക്കെ കൊടുക്കുക, അതായത് പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള നൽകുക. അതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒക്കെ ചെയ്യുക. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചിലപ്പോൾ ട്രീറ്റ്മെന്റിൽ എന്തെങ്കിലും പൈസ ഇളവുകളൊക്കെ കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് കൊടുക്കുക പേഷ്യൻസിന്. ഫിനാൻഷ്യൽ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ചിലവര് സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാത്തതൊക്കെ ആണെങ്കിൽ ചിലപ്പോ ചില ഹോസ്പിറ്റലുകൾ അതനുസരിച്ചിട്ടൊന്ന് ഇളവുകൾ കാര്യങ്ങളും ചെയ്ത് കൊടുക്കും. ഇപ്പൊ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഡീൽ ചെയ്ത് കൊടുക്കുന്നു. ദെൻ 5ാമത്തെ പോയിന്റ്, കോർഡിനേറ്റിംഗ് കെയർ. The patient counselor is accountable for organizing care between healthcare providers and ensuring patients receive essential service and treatment. അതായത് പേഷ്യൻസിന് എസെൻഷ്യൽ ആയിട്ടുള്ള ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും അതോടൊപ്പം തന്നെ ചികിത്സ എസെൻഷ്യൽ സർവീസസും ട്രീറ്റ്മെന്റും ആവശ്യമായിട്ടുള്ള സേവനങ്ങളും ട്രീറ്റ്മെന്റ്സുകളും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അല്ലെ, കോർഡിനേറ്റ് ചെയ്യണം. അതൊക്കെ ലഭിക്കുന്നുണ്ടോ അതൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുക. ദെൻ ഡെവലപ്പിംഗ് കെയർ പ്ലാൻസ്, കെയർ പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യുക. എന്താണ് കെയർ പ്ലാൻ നോക്കുക. The patient counselor is accountable for developing care plans for patients. പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള കെയർ പ്ലാനുകളൊക്കെ ഫോം ചെയ്യുക. which include identifying their requirements and goals. അപ്പോൾ ഒരു കെയർ പ്ലാൻ എന്ന് പറയുമ്പോൾ രോഗിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ, ചികിത്സാപരമായിട്ടുള്ള പ്ലാനുകളും ട്രീറ്റ്മെന്റ് പ്ലാനുകളും തയ്യാറാക്കുക. ഇൻക്ലൂഡ് ചെയ്യുന്നത് പേഷ്യൻസിന്റെ ആവശ്യങ്ങൾ അല്ലെ, പേഷ്യൻസിന്റെ റിക്വയർമെന്റ്സും അതോടൊപ്പം തന്നെ ഗോൾസ് അവരുടെ ലക്ഷ്യങ്ങൾ, പേഷ്യൻസിന്റെ ലക്ഷ്യങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുക. ആൻഡ് വർക്കിംഗ് വിത്ത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ടു മേക്ക് ഷുവർ ദാറ്റ് ദീസ് നീഡ്സ് ആർ മെറ്റ്. അല്ലെ, അതുപോലെ തന്നെ വർക്കിംഗ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സുമായി ചേർന്ന് സ്റ്റാഫുകളൊക്കെ ഇല്ലേ, നമുക്ക് സംരക്ഷണം നൽകുന്ന സ്റ്റാഫുകൾ, പരിചരണം നൽകുന്ന സ്റ്റാഫുകളുമായി ചേർന്ന് ഇതെല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടെന്ന്, അതായത് പേഷ്യൻസിന് നമ്മൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഡെവലപ്പിംഗ് കെയർ പ്ലാൻസിൽ പറയുന്നത് ഇതിനകത്ത് എല്ലാ പോയിന്റ്സിലും പറയുന്നത് എന്താണ്, പേഷ്യൻസിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുക, അവരെ ഫിനാൻഷ്യൽ ആയിട്ടും റിസോഴ്സ് കൊടുത്തുകൊണ്ടും അവർക്ക് അഡ്വൈസ് ഒക്കെ നൽകിക്കൊണ്ടും പേഷ്യൻസിന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ,
Then last one, monitoring progress. The patient counselor is accountable for monitoring patient progress. അല്ലെ, പേഷ്യൻസിന്റെ പ്രോഗ്രസ് വിലയിരുത്തുക, മോണിറ്റർ ചെയ്യുക, നിരീക്ഷിക്കുക, അവന്റെ ട്രീറ്റ്മെന്റ്സിലായിട്ടുണ്ടെങ്കിലും അവന്റെ എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യുക. ഇവാലുവേറ്റിംഗ് ദെയർ നീഡ്സ്, അവന്റെ ആവശ്യങ്ങളെ ഇവാലുവേറ്റ് ചെയ്യണം. ആൻഡ് മേക്കിംഗ് അഡ്ജസ്റ്റ്മെന്റ് ടു ദെയർ കെയർ പ്ലാൻസ് ആസ് നെസസറി. പരിസരത്തിലുള്ള ഇനിയിപ്പോ അഡ്ജസ്റ്റ്മെന്റ് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തുക. ചിലപ്പോൾ കുറച്ചുകൂടി അവന് ഫെസിലിറ്റികളുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, അല്ലെ? അപ്പൊ എന്താണോ ആവശ്യമുള്ളത് അവിടെ മാറ്റങ്ങൾ വരുത്തിയിട്ട് കുറച്ചും കൂടി മീൻസ് നല്ലൊരു രീതിയിൽ സാറ്റിസ്ഫാക്ഷൻ ആകുന്ന രീതിയിലുള്ള സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, മോണിറ്ററിംഗ് പ്രോഗ്രസ് വായിച്ചു നോക്കാം കേട്ടോ. ഫസ്റ്റ് 3 നമ്മൾ വായിച്ചത്. ഓക്കെ, 4ാമത്തെ പോയിന്റ് തുടങ്ങി വായിക്കാം. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കിയത് ജോബ് സമ്മറി ഓഫ് പേഷ്യന്റ് കൗൺസിലർ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു കൗൺസിലർ, പേഷ്യന്റ് കൗൺസിലർ അറിയപ്പെടുന്ന മറ്റൊരു പേര് പേഷ്യന്റ് അഡ്വക്കേറ്റ് ഓർ പേഷ്യന്റ് ലിയസൺ. ദെൻ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് നോക്കിയത്. 7 റെസ്പോൺസിബിലിറ്റീസ് ആണ്. അപ്പൊ മെയിൻ ആയിട്ട് നിങ്ങൾ ഈ 7 പോയിന്റുകൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. 7 പോയിന്റ് ഉള്ളൂ. ദെൻ ഓരോ അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാം. നോക്കാം. പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട്, എഡ്യൂക്കേറ്റിംഗ് പേഷ്യന്റ് ആൻഡ് ഫാമിലി, അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യന്റ്, പ്രൊവൈഡിങ് റിസോഴ്സസ്, then coordinating care, developing care plans, monitoring progress. Okay, 3 ആണ് കേട്ടോ. ഇനി ഇതൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാണ്. Overall, the role of a patient counselor is to extend support and advocacy for patient and their families. Overall ആയിട്ട് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പേഷ്യന്റ് കൗൺസിലറിന്റെ റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന്റെ ഫാമിലിയെയും സപ്പോർട്ട് ചെയ്യുക, അഡ്വക്കസി അവർക്കായിട്ടുള്ള നിർദ്ദേശങ്ങളും മറ്റും നൽകുക, ഹെൽപ്പിംഗ് ദം നാവിഗേറ്റ് ദ ഹെൽത്ത് കെയർ സിസ്റ്റം ആൻഡ് മേക്കിംഗ് ഷുവർ ദാറ്റ് ദേ റിസീവ് ഹൈ ക്വാളിറ്റി കെയർ. അതുപോലെ തന്നെ ഹെൽപ്പിംഗ് ദം നാവിഗേറ്റ് ഹെൽത്ത് കെയർ സിസ്റ്റം എത്തിക്കുക എന്നൊക്കെ നല്ലൊരു ആരോഗ്യ സംരക്ഷണ പേഷ്യൻസിലേക്ക് എത്തിക്കുക. അതോടൊപ്പം തന്നെ മേക്ക് ഷുവർ ദാറ്റ് they receive, ഉറപ്പുവരുത്തുകയാണ് പേഷ്യന്റ് അവര് നല്ലൊരു ഹൈ ക്വാളിറ്റി കെയർ, ഉയർന്ന രീതിയിലുള്ള പരിചരണം സ്വീകരിച്ചു അല്ലെങ്കിൽ പേഷ്യൻസിന് ലഭിച്ചു എന്ന് ഉറപ്പുവരുത്തുക. സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, എംപതി ആൻഡ് ഡീപ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഹെൽത്ത് കെയർ സിസ്റ്റം ആൻഡ് സർവീസസ് ആർ നെസസറി ഫോർ സക്സസ് ഇൻ ദിസ് റോൾ. അപ്പോ ഈ ഒരു റോള്, അതായത് പേഷ്യന്റ്
കൗൺസിലർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ റോള് പൂർണ്ണമായിട്ടും സക്സസ് ആവണമെങ്കിൽ അദ്ദേഹത്തിന് ഈ പറയുന്ന സ്കിൽസുകൾ ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ്? സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഒരു കൗൺസിലർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമോ, നല്ല രീതിയിൽ സംസാരിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം അല്ലെ. അത് ഏതൊരു കൗൺസിലർ ആണെങ്കിലും നിങ്ങൾ കൗൺസിലിങ്ങിനൊക്കെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ കൗൺസിലിംഗ് ക്ലാസ്സുകളൊക്കെ കിട്ടിയിട്ടുണ്ടോ? കൗൺസിലിംഗ് ക്ലാസ്സുകള് ചെറിയ ക്ലാസ്സിലൊന്നും അവയർനെസ് ക്ലാസ്സുകൾ പോലെയൊക്കെ കിട്ടിയിട്ടില്ലേ? അവയർനെസ് ക്ലാസ് കിട്ടിയിട്ടുണ്ടോ? ഇപ്പൊ എന്തെങ്കിലും ലഹരിയുടെ ക്ലാസ്സുകളോ അങ്ങനെ എന്തെങ്കിലും അല്ലെ, അല്ലെങ്കിൽ അഡോളസൻസിലെ ക്ലാസ്സുകള്, അങ്ങനെ നമുക്ക് ക്ലാസ്സുകളൊക്കെ കിട്ടൂലേ? അപ്പൊ ഈ ക്ലാസ് എടുക്കാൻ വരുന്നവരുടെ കഴിവ് എന്താണ്? നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആയിരിക്കും അവർക്ക്. ആണോ? ചുമ്മാ ഇങ്ങനെ ഭയങ്കര തളർന്നൊടുക്കി വന്നിട്ടാണോ അവര് ക്ലാസ് എടുക്കുന്നത്? വളരെ ആക്റ്റീവ് ആയിട്ടായിരിക്കില്ല അവരുടെ ക്ലാസ്. നമുക്ക് ഭയങ്കര മോട്ടിവേറ്റ് ആണ് ക്ലാസ്സുകള്. നമുക്ക് എന്നും ഓർമ്മയിൽ നിൽക്കും എന്ന് പറയും അല്ലെ, അവർ പറയുന്ന ഓരോ കാര്യങ്ങളും. സോ ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം. അത് ഏതൊരു കൗൺസിലറിനാണെങ്കിലും ഒരു സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം. എംപതി. എംപതി എന്ന് പറഞ്ഞാൽ എന്താണ്? എംപതി സിമ്പതി ഒക്കെ പറയില്ലേ? നമുക്ക് മറ്റുള്ളവരോട് ഒരു സഹാനുഭൂതി അല്ലെങ്കിൽ അവരെ കേൾക്കാനൊക്കെ ഒരു മനസ്സുണ്ടായിരിക്കണം. Then deep understanding of healthcare system. അല്ലെ, അതായത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളാണല്ലോ. സോ ഹെൽത്ത് കെയർ സിസ്റ്റം, നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ച് ഡീപ്പ് ആയിട്ടുള്ള ഒരു അറിവ് അല്ലെ, ഒരു അണ്ടർസ്റ്റാൻഡിങ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ അദ്ദേഹം ഒരു പേഷ്യന്റ് കൗൺസിലർ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. കൗൺസിലർ ആവാൻ താല്പര്യം ഉണ്ടാർക്കെങ്കിലോ? ആർക്കില്ല. കൗൺസിലിങ്ങിന് താല്പര്യമുണ്ടോ? നമുക്ക് താല്പര്യമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ കൗൺസിലിങ്ങിനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആർക്കില്ല, ഇഷ്ടമില്ല. എന്തൊക്കെ ഇഷ്ടമില്ലാത്തെ? നല്ല കാര്യമില്ല നമുക്ക് മറ്റുള്ളവരെ അഡ്വൈസ് ചെയ്യാ, കൗൺസിൽ ചെയ്യാന്നൊക്കെ പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ കൗൺസിലിങ്ങിനൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആണ് മെയിൻ ആയിട്ട് വേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഔട്ട്പേഷ്യൻ ഡിപ്പാർട്ട്മെന്റിലെ 4 പേഴ്സൺസിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് പറയുന്നത് പേഴ്സൺസിന്റെ കഴിഞ്ഞു. ഇനി അടുത്തത് വരുന്നത് ബേസിക് സ്കിൽ റിക്വയർഡ് നോൺ ക്ലിനിക്കൽ ജോബ്സ്. ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ വരുന്ന മറ്റ് നോൺ ക്ലിനിക്കൽ ജോബ്സുകളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടുന്ന സ്കിൽസ് എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പൊ അവരുടെ കുറച്ച് സ്കിൽസ് പറയുന്നുണ്ട്. അത് നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. കാരണം 1-2 പോയിന്റ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ നമ്മളിപ്പോ നോക്കിയ പേഴ്സൺസിന് ഞാൻ ജസ്റ്റ് പറയാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ നോക്കിയത് ആരായിരുന്നു? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഫസ്റ്റ് പേഴ്സൺ ആണ്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് പഠിക്കുക. നിങ്ങൾ തന്നെ വേണമെങ്കിൽ തന്നെ നോട്ട് തയ്യാറാക്കിയിട്ട് ജസ്റ്റ് ഓരോ പേഴ്സൺസിന്റെ പേര് എഴുതാം. എന്നിട്ട് ഇതുപോലെ ആ ഡ്യൂട്ടി മാത്രം, ആ ഫംഗ്ഷൻ റെസ്പോൺസിബിലിറ്റീസിലെ ഡാർക്കന്റ് ചെയ്തിരിക്കുന്നത് അത് മാത്രം ഒന്ന് നോട്ട് എഴുതിയിട്ടൊന്ന് പഠിക്കുക. അല്ലാണ്ട് നമ്മൾ ഇതിങ്ങനെ മൊത്തം നോക്കുമ്പോൾ പഠിക്കും, നിങ്ങളത് സ്കിപ്പ് ചെയ്യും. അതൊരു ടെൻഡൻസി വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പറ്റുന്ന പോലെ കേട്ടോ, എല്ലാവർക്കും പറ്റുമെന്ന് എനിക്ക് അറിയില്ല, എങ്കിലും ഒന്നും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് റേറ്റിംഗ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ആ പോയിന്റ്സിൽ മാത്രം എഴുതുക. ദെൻ നെക്സ്റ്റ് പേഴ്സൺ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി അല്ലെ. അപ്പൊ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്ന് എഴുതാം. ദെൻ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് അത് മാത്രം ഒന്ന് എഴുതി വെക്കുക. ദെൻ മെഡിക്കൽ സെക്രട്ടറി എന്ന പേര് എഴുതുക, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എഴുതി വെക്കുക. അതോടൊപ്പം ദെൻ ഔട്ട് പേഷ്യന്റ് എക്സിക്യൂട്ടീവ്, അദ്ദേഹത്തിന്റെ എഴുതുക. കൗൺസിലർ അല്ലെ, കൗൺസിലറിന്റെ ഡ്യൂട്ടി എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതുക. ഓക്കെ, അപ്പൊ നോട്ട് ചെയ്ത് എഴുതി വെക്കാം കേട്ടോ. എല്ലാവർക്കും പറ്റുമെന്നൊക്കെ അറിയില്ല. നിങ്ങളുടെ സമയം കിട്ടുന്നത് പോലെ അങ്ങനെ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ പോയിന്റ്സുകൾ മാത്രം ഒന്ന് പഠിക്കുക. ഉള്ളിലുള്ളത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുമല്ലോ, വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഏരിയയാണ്. ഓക്കെ, പിന്നെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മേ ബി ഒരു ക്ലാസ്സും കൂടി നമുക്ക് ഇനി വരുന്നുള്ളൂ അല്ലെ. അടുത്ത ക്ലാസ്സിൽ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇനി ഒരു സ്കിൽസ് മാത്രം പറയാനുള്ളൂ. സോ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ആ ഒരു സ്കിൽസും അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കൂടി ഉണ്ടാവില്ലോ, അത് നമുക്ക് കുറച്ച് ടൈം കൊണ്ട് തീർക്കാം. എന്തായാലും നമുക്ക് പറ്റുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ എടുക്കാം 3rd and 4th മോഡ്യൂളില് ഞാൻ എടുത്ത നിങ്ങളുടെ ചാപ്റ്ററിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് ക്വസ്റ്റ്യൻസുകളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഒന്ന് ഡിസ്കസ് ചെയ്ത് പറഞ്ഞു പോകാം. മതിയോ? ഒരു ക്ലാസ് കൂടി ഇപ്പൊ നമുക്ക് ഇനി വരുന്നുള്ളൂ. ഓക്കെ, ഇത്രയും നമ്മുടെ ക്ലാസ്സുകളൊക്കെ കംപ്ലീറ്റ് ആയി. ദെൻ ചിലപ്പോ ലാസ്റ്റ് ക്ലാസ് ആയിരിക്കാം മൺഡേ എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതുവരെ നന്നായിട്ട് വായിക്കാം കേട്ടോ. ദെൻ അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഉണ്ടാവില്ല കേട്ടോ, കാരണം ലിമിയാമിസിന്റെ ക്ലാസ് അല്ലേ, ലിമിയാമിസിന്റെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലിമിയാമിസിന്റെ പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടല്ലോ. എനിക്ക് ഞാൻ എടുക്കുന്ന ഈ പോർഷൻസ് മാത്രം കംപ്ലീറ്റ് ആവാനുള്ളൂ. ദെൻ വിഷാമിസിന്റെ ക്ലാസ്സും കൂടി. അതുകൊണ്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിട്ടില്ല, ലിമിയാമിസിന്റെ ആയതുകൊണ്ട് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ. ലിമിയാമിസിന്റെ പോർഷൻസ് ഓൾറെഡി കംപ്ലീറ്റഡ് ആണല്ലോ, അപ്പൊ അതുകൊണ്ട് ഇനി ക്ലാസ് വരില്ല കേട്ടോ. ഓക്കെ, പോർഷൻസ് കംപ്ലീറ്റ് ആയല്ലോ. ഇനി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ മാത്രമല്ലേ എഴുതിയിട്ടുള്ളത്. ഓക്കെ.